ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ആക്രമണം. കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. കണ്ണൂരിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ നഗരത്തിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചന്തപ്പുരയിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം വടക്കേനടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KR ജയത്രൻ ഉദ്ഘാടനം ചെയ്തു. CV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TP പ്രവേശ്, KK രാധാകൃഷ്ണൻ, KK ഹാഷിഖ്, രസോജ ഹരിദാസ്, TK ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മന്ത്രിക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനാധിപത്യ രീതിയിൽ ഏത് കാര്യത്തെക്കുറിച്ചും പ്രതിഷേധിക്കാനുള്ള അവകാശം കോൺഗ്രസിനുണ്ട്. എന്നാൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ മന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എന്ന് തെളിഞ്ഞിട്ട് പോലും ഒരു വനിത കൂടിയായിട്ടുള്ള ഒരു മന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും കൂട്ടകൾ. ഇത് യാദൃച്ഛികമായി KSUവിൻ്റെ മാത്രം ഒരാക്രമണമായി കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ, പ്രതിപക്ഷ നേതാവിൻ്റെ അതിശക്തമായ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഒട്ടനവധി ആക്രമണ പരമ്പര അവർ നടത്തിയിട്ടുള്ളതായി കാണാൻ കഴിയും. നമ്മുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1959 അത് മറിച്ചിട്ടതിൽ വിമോചന സമരം നടത്തിയ കോൺഗ്രസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി അക്രമങ്ങൾ സംഘടിപ്പിച്ച് നമുക്കറിയാമല്ലോ. എന്തിനേറെ പറയുന്നു, കൊടുങ്ങല്ലൂരിൽ തന്നെ ഒരു MLA ആയിരുന്ന സഖാവ് അബ്ദുൽ ഖാദിറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കോൺഗ്രസുകാരുടെ നാടാണ് കൊടുങ്ങല്ലൂർ. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായി ഏത് അക്രമവും നടത്താൻ തങ്ങൾക്കൊരു മടിയുമില്ല എന്ന് പല സന്ദർഭങ്ങളിൽ കോൺഗ്രസ് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സിറ്റിംഗ് MLA ആണ് കുഞ്ഞാലി. ആ കുഞ്ഞാലിയെ നിലമ്പൂരിൽ കൊന്നൊടുക്കിയത് ആരാണ്? കോൺഗ്രസുകാരാണ്. അപ്പോൾ അധികാര കസേരയ്ക്ക് വേണ്ടി അധികാരം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴുള്ള വിഭ്രാന്തി കൊണ്ട് സംസ്ഥാനത്താകെ അക്രമമഴിച്ചുകൊണ്ട് കലാപശ്രമം നടത്തുകയാണ് കോൺഗ്രസ്.